ഉത്തർപ്രദേശിൽ ഇന്ന് പ്രവൃത്തി ദിനമായി ആചരിക്കുന്നത് ശരിയാണ്. പ്രത്യേകിച്ച് കാലങ്ങളായി വർഷങ്ങളായി ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു അവധി ദിവസം തന്നെയാണ്. എല്ലാവരും ഒത്തുചേരാൻ വേണ്ടി കൂടിയാണ് ആ ദിവസം ആ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നത്. പക്ഷെ അതൊരു പ്രവൃത്തി ദിനമായി പ്രഖ്യാപിക്കുക അത് ശരിയാണോ? ഇതിൽ 2-3 കാര്യമുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് ഡേ. അപ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിലായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ക്രിസ്മസ് ആയിട്ട് കണക്റ്റഡ് അല്ല. ഇത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഇഷ്യൂസിനെയാണ്. ക്രിസ്മസ് ആ സർക്കാരിന് പരിഗണിക്കാമായിരുന്നല്ലോ. രണ്ട് ഓണം ആക്കിയാൽ അത് ശരിയാണോ? ഓണത്തിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓണം ഒരു സെക്യുലർ ഫെസ്റ്റിവലാണ്. കേരളം മാത്രമല്ല പലയിടത്തും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്രിസ്മസും അങ്ങനെയാണ്. അപ്പൊ ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? കോൺഗ്രസ് പാർട്ടിയുടെ KPCC ഓഫീസിൽ പ്രശ്നങ്ങളുണ്ട്. അവരവിടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നെറേറ്റീവ് ബിൽഡിംഗ് നിർത്താൻ പറയും അവരോട്. ഇപ്പൊ നാളെ കേരളത്തിൽ ഒരു CPM പ്രവർത്തകന്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാരാണെന്നിരിക്കട്ടെ, അവർ ഈ ഓണം അത് പ്രവൃത്തി ദിനമാക്കിയാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? നോക്കൂ, ഇതൊക്കെ പോസിബിലിറ്റീസ് ആൻഡ് ഇമ്പോസിബിലിറ്റീസ് ആണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ചെയ്താൽ എന്തുവരും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്തുവരും? ഇവിടെ ഞാൻ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ പാരലലായിട്ട് സ്റ്റേറ്റ്മെന്റ് അവിടുന്ന് വന്നിരിക്കുന്നു. ഓണത്തിന് നിങ്ങൾ ഇത് കണക്ട് ചെയ്യാൻ നോക്കരുത്. ക്ലിയർ കട്ട് നെറേറ്റീവ് ബിൽഡിംഗ് ആണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ട.